എൻ്റെ എല്ലാ ഗുരുനാഥന്മാരുടെയും എന്നെ ഗുരുദർശനത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഗുരു സന്യാസി സ്വാമി സുഖാകാശ് സരസ്വതി സ്വാമികളുടെയും പാതാരബിന്ദങ്ങളിൽ നമസ്കരിക്കുന്നു. ചെമ്പഴന്തി അന്തർദേശീയ പഠന കേന്ദ്രത്തിന്റെ ഡയറക്ടർ പ്രൊഫസർ ശിശുപാലൻ സാറ്, എസ് എൻ ലൈബ്രറിയുടെ പ്രസിഡന്റ് ശ്രീമതി വിജയമ ടീച്ചർ, സെക്രട്ടറി ശ്രീ രാജീവ് അവറുകൾ, അതോടൊപ്പം പഠന കേന്ദ്രത്തിൻ്റെയും ലൈബ്രറിയുടെയും മറ്റു ഭാരവാഹികൾ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഒരു സ്ഥാനീയർ, ഒരു ഭക്തർ, പഠിതാക്കൾ, പ്രിയപ്പെട്ട കൊച്ചുമക്കൾ, അതോടൊപ്പം കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും ഈ പഠനം അറിവാണ് ഈശ്വരൻ എന്ന പഠന കേന്ദ്രത്തിന്റെ ഓൺലൈൻ ക്ലാസ്സിലൂടെ ഇരിക്കുന്ന പഠിതാക്കൾ, അറിവാണ് ഈശ്വരൻ പഠന ഗ്രൂപ്പിലെ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യർ, എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും, എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശം കൊണ്ട് പുണ്യമായ ഈ കുളത്തൂർ പ്രദേശം, ഈ പ്രദേശത്ത് ശ്രീനാരായണ ഗുരുദേവൻ വന്നിരുന്നിട്ടുള്ളതും വിശ്രമിച്ചിട്ടുള്ളതുമായ അനേകം സ്ഥലങ്ങളുണ്ട്, അനേക ഭവനങ്ങളുണ്ട്. അതിലൊരു ഭവനമായ വലിയ വീട് ആ കുടുംബത്തിലെ ഒരു അംഗമായി പിറക്കുവാൻ മുൻ ജന്മഭാഗ്യം കിട്ടിയ എന്നില് ഇന്നിവിടെ ഗുരുദർശൻ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എന്നിലേക്ക് ആ ദൗത്യം എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു ദൗത്യം എത്തിച്ചേരുന്ന നിമിഷം എന്ന് പറയുന്നത് പല പ്രാവശ്യവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോവിഡ് വന്ന സമയത്ത് ഈ 45 ദിവസം സന്നദ്ധ പ്രവർത്തനത്തിനായിട്ട് ഈ എസ് എൻ ലൈബ്രറിയിൽ എത്തിച്ചേർന്നപ്പോഴാണ്. ആ സമയത്താണ് അറിവാണ് ഈശ്വരൻ എന്ന ഈ പഠന ഗ്രൂപ്പ് തുടങ്ങുന്നത്. പഠിക്കുന്നതിനോടൊപ്പം തന്നെ അത് മറ്റുള്ളവരിലേക്ക് എത്തണം എന്ന ആഗ്രഹത്തോടു കൂടി പഠിപ്പിക്കാനും തുടങ്ങിയത്. എന്നാൽ ഇന്ന് കേരളത്തിന്റെയും കേരളത്തിന്റെ പുറത്തുള്ള ഭാഗത്തും എല്ലാവരിലും ഗുരുദർശനം എത്തിക്കുവാൻ വേണ്ടി ഗുരുവിന്റെ അനുഗ്രഹത്താല് ആ ഒരു ഭാഗ്യം വന്നു ചേർന്നിട്ടുണ്ട്. അന്തർദേശീയ പഠന കേന്ദ്രത്തിന്റെ ഒരു പഠിതാവ് ആയ എന്നിൽ ഇന്ന് അന്തർദേശീയ പഠന കേന്ദ്രത്തിന്റെ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവസരം ഒരുക്കി തന്നതും ഗുരു തന്നെയാണ്. കോലതിരി ശസ്തമമാണ് എന്നിൽ എത്തിച്ചേർന്നത്. പുസ്തകം എഴുതുവാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് ഒരു 3-4 വർഷമായി. അന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, ടീച്ചർ ഞാനിങ്ങനെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ടീച്ചറുടെ കയ്യിൽ ആത്മോപദേശ ശതകം എന്ന പുസ്തകം തന്നു. പക്ഷെ ആത്മോപദേശ ശതകത്തിന്റെ ആദ്യത്തെ ശ്ലോകം ഒന്ന് വായിച്ചു നോക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ എഴുതാനുള്ള സമയമായിട്ടില്ല. ആത്മോപദേശ ശതകം അന്ന് വായിക്കുമ്പോൾ ഇനിയും ഞാൻ ഒത്തിരി പഠിക്കാനുണ്ട്. പഠിച്ചതിന് ശേഷം എഴുതി തുടങ്ങാമെന്ന് കരുതി. ടീച്ചർ പല പ്രാവശ്യം എന്നോട് ചോദിച്ചു, തുടങ്ങുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇവിടെ തുടങ്ങി വെച്ചിരിക്കുകയാണ്. പക്ഷെ എൻ്റെ ഗുരുനാഥന്റെ പുസ്തകങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ മനസ്സിലായി, ഗുരുവിന്റെ പുസ്തകമാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത്, ആ അറിവാണ് എത്തിക്കേണ്ടതെന്ന് പറഞ്ഞ് ആ ഒരു മനസ്സോട് കൂടി കഴിഞ്ഞ ഏപ്രിൽ മാസത്തില് ആത്മോപദേശ ശതകത്തിന്റെ ഒരു പുസ്തകം പുറത്തിറക്കി, ആത്മീയോത്സവം. കാരണം ആ പുസ്തകം വേറെ ഇല്ലായിരുന്നു. അതുകൊണ്ട് മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടി ആത്മോപദേശ ശതകത്തിന്റെ പുസ്തകം പുറത്തിറക്കി. പക്ഷെ ഒരു വർഷം ഈ ഏപ്രിലായപ്പോൾ 4 പുസ്തകങ്ങളാണ് ഇറക്കിയത്. എനിക്ക് പോലും അതിശയം തോന്നിപ്പോയി. ആ പുസ്തകത്തിലെ ഒരെണ്ണം എനിക്ക് പുറത്തിറക്കാനുള്ള ആ ഒരു അനുഗ്രഹം ഒരു എന്നിലേക്ക് എത്തിച്ചു തന്നു. അത് കോലതിരി ശസ്തമമായിരുന്നു. ഇവിടെ ക്ലാസ്സിന് സാറ് വിളിച്ചപ്പോൾ
ഞാൻ സാർ എൻ്റെ അടുത്ത് ചോദിച്ചു, രാജലക്ഷ്മി ഏത് വിഷയം എടുക്കും? ഞാൻ പറഞ്ഞു, സാറ് അവരെല്ലാവരും ഏതാണ് എടുത്തത് അത് അറിഞ്ഞിട്ടെടുക്കാം. പക്ഷെ ഞാൻ ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചു, എനിക്ക് കോളേജിലെ ശസ്ത്രം വേണം. ആ ലിസ്റ്റ് വന്നപ്പോൾ അത് അതിനകത്തില്ലായിരുന്നു. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി സാറിനെ വിളിച്ച് പറഞ്ഞു, സാറിനെ ഞാൻ എടുക്കാൻ തയ്യാറാണ്. എനിക്ക് വേണ്ടിയിട്ട് ഗുരു കൽപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. എന്നിലെ ഒരു വിദ്യാർത്ഥിയാണ്. എല്ലാ ഗുരുക്കന്മാരുടെ മുമ്പിലിരുന്നാണ് ഞാൻ ഇപ്പോൾ കോളേജിലെ ശസ്ത്രം പറയുവാൻ പോകുന്നത്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എനിക്ക് തിരുത്തി തരുക. എല്ലാവരും ഗുരുക്കന്മാരാണ്. കർക്കിടക മാസത്തിലെ ഈ 30 ദിവസം, ഈ 30 ദിവസവും നമ്മൾ ഇവിടെ വന്ന് ഗുരുദേവ കൃതികളൊക്കെ പഠിച്ച് ഒരല്പം അറിവും കൊണ്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുമ്പോൾ ഈ ഭൂമിയുടെ പുണ്യം നമ്മൾ തിരിച്ചറിയണം. ശ്രീനാരായണ ഗുരുദേവൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്നതായിരുന്നു വിദ്യാലയങ്ങൾ, ഇതുപോലുള്ള വായനശാലകൾ. അങ്ങനെ ഒരു ഗുരുഭക്തൻ കുളത്തൂരുണ്ടായിരുന്നു. അതാണ് നാരായണൻ മുതലാളി എന്ന എഡിസൺ നാരായണൻ മുതലാളി. അദ്ദേഹത്തിന്റെ പാതാര ബന്ധുക്കളിൽ നമസ്കരിക്കുന്നു. കാരണം നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തരുവാൻ വേണ്ടി ഇങ്ങനെ ഒരു സ്ഥാപനം സ്ഥാപിച്ചു തന്ന നാരായണൻ മുതലാളി എന്ന ആ മഹാന്റെ പാതാര ബന്ധുക്കളിൽ എല്ലാവരും നമസ്കരിക്കണം. കാരണം ഈ പുണ്യസ്ഥലം സന്ദർശിക്കുവാൻ വേണ്ടി ശ്രീനാരായണ ഗുരു എത്തി. ഗുരുദേവൻ ഇവിടെ വരുമ്പോൾ ഇവിടെ ഇരിക്കുകയും ഗുരുവിന്റെ പാദപൂജ ചെയ്യുകയും ചെയ്ത പുണ്യസ്ഥലമാണ് ഈ SN ലൈബ്രറി. അപ്പൊ ഗുരുവിന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പുണ്യസ്ഥലം, സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ശ്രീകോവിലിനകത്തേക്ക് കയറാൻ അനുവാദമില്ല. എന്നാൽ ഈ ലൈബ്രറി എന്ന് പറയുന്നത് ക്ഷേത്രമാണ്. ശ്രീനാരായണ ഗുരു തന്നെ പറഞ്ഞതാണല്ലേ, സരസ്വതി ക്ഷേത്രമാണ്. അന്ന് ഗുരു പറഞ്ഞിട്ടുള്ളത്, കൊള്ളാം, ഇത്തരം സ്ഥാപനങ്ങൾ ഇനി വേണ്ടത് അല്ലെ, ഇത്തരം സ്ഥാപനങ്ങളാണ് ഇനി വേണ്ടത്. ഇത് നടത്തണം, നന്നാവും, നല്ല ആളുകൾ സഹായിക്കും. ഇനി ക്ഷേത്രമല്ല ഉണ്ടാകേണ്ടത്, സരസ്വതി ക്ഷേത്രമാണ്. അപ്പൊ ഇത് സരസ്വതി ക്ഷേത്രമാണ്. 1920-21 കാലയളവിലാണ് ഇതിവിടെ സ്ഥാപിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് ഗദ്യ പ്രാർത്ഥനയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, നാം ശരീരമല്ല അറിവാകുന്നുവെന്ന്. നാം ശരീരമല്ല അറിവാകുന്നുവെങ്കിൽ ആ അറിവിനെ എങ്ങനെ നമ്മൾ തിരിച്ചറിയണം എന്ന് ഗുരുദേവൻ പറഞ്ഞു തന്നിരിക്കുകയാണ്. നാം എങ്ങനെ അറിവിനെ തിരിച്ചറിയുമെന്ന് ഗുരുദേവ കൃതികളിലൂടെ കടന്നു പോയാൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. ഗുരുദേവ കൃതികളിലൂടെ കടന്നു പോകണമെങ്കിൽ ഗുരുവിന്റെ ഹൃദയഭാഷ മനസ്സിലാവണം. ഗുരുവിന്റെ ഹൃദയഭാഷ മനസ്സിലാക്കിക്കൊണ്ട് ഗുരുദേവ കൃതികളിലൂടെ കടന്നു പോയാൽ മാത്രമേ ഗുരുദേവൻ എന്തൊക്കെയാണ് ആ കൃതിയിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ നമ്മള് കൃതികൾ വെറുതെ കാണാതെ പഠിച്ചാൽ എന്തെങ്കിലും മനസ്സിലാകുമോ? ഇല്ല. ഗുരുവിന്റെ ഹൃദയഭാഷ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഗുരുവിന്റെ ഹൃദയഭാഷ നമ്മൾ അറിഞ്ഞിരിക്കണമെങ്കിൽ ഗുരുദേവൻ പറഞ്ഞു തന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ആ വഴി എന്ന് പറയുന്നത് ആത്മോപദേശ ശതകത്തിലൂടെയാണ് നമ്മൾ ആദ്യമേ കടക്കുന്നത്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ ആത്മോപദേശ ശതകം ആദ്യം എടുത്തതെന്ന്. ഞങ്ങളുടെ അറിവാണ് ഈശ്വരൻ പഠന ഗ്രൂപ്പിന്റെ സിലബസ് എന്ന് പറയുന്നത് ആത്മോപദേശ ശതകമാണ്. ആത്മോപദേശ ശതകത്തിന്റെ ആദ്യത്തെ ശ്ലോകം, അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നൊരുവിലും ഒത്തു പുറത്ത് മുച്ചൊലിക്കും, കരിവിന് കണ്ണുകൾ 5 മുള്ളടക്കി
തിരുതരെ വീണ് വണങ്ങി ഓതുകയണം. നമ്മൾ 5 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. ഈ 5 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനാണ് പറഞ്ഞത്. നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കണം. അപ്പോഴേ നമുക്ക് ആ കരുവിനെ കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. ആ കരുവിനെ കണ്ടെത്തിയതിനു ശേഷം വേണം നമ്മൾ ഈ കൃതികളിലൂടെ കടന്നു പോകേണ്ടത്. ഇതിൽ നമുക്ക് മനസ്സിലാവുള്ളൂ ഗുരു എന്താണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഓരോ കൃതിയിലും ഗുരു എന്താണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ആത്മോപദേശ ശതകത്തിൽ ആദ്യത്തെ ശ്ലോകം നമ്മൾ മനസ്സിലെത്തി ആ ഗുരു എന്ത് പറഞ്ഞോ ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചാലേ കഴിയൂ. അപ്പൊ നമുക്ക് ഗുരുദേവൻ പറഞ്ഞു തന്ന ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഗുരുവിന്റെ ശിഷ്യനായ ബോധാനന്ദ സ്വാമികൾ, ഗുരുവിന്റെ പിൻഗാമിയായിട്ട് ഗുരു അഭിഷേകം ചെയ്ത ബോധാനന്ദ സ്വാമികളെ നമുക്ക് എല്ലാവരും ശിവഗിരിയിൽ പോകുമ്പോൾ ആ സമാധി മണ്ഡപം കാണാറുണ്ടല്ലേ. ശ്രീനാരായണ ഗുരുദേവൻ പിൻഗാമിയായിട്ട് അഭിഷേകം ചെയ്ത ബോധാനന്ദ സ്വാമികളോട് തന്നെ നമുക്ക് എങ്ങനെയാണ് ഗുരുദേവൻ പറഞ്ഞത് ഈ 5 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുവാൻ ഇതെങ്ങനെ സാധിക്കുമെന്ന് നമ്മൾ ബോധാനന്ദ സ്വാമികളോട് തന്നെ അപേക്ഷിക്കാം അല്ലെ. ബോധാനന്ദ സ്വാമികളെ എല്ലാവർക്കും അറിയാലോ. ബോധാനന്ദ സ്വാമി, ഈ ബോധാനന്ദ സ്വാമികളാണ് അവിടെ ശിവഗിരിയില് നമ്മള് ശാരദാംബയെ തൊഴുതിട്ട് കയറി ചെല്ലുമ്പോ ആ സമാധി മണ്ഡപത്തിൽ ഇരിക്കുന്നത്. ബോധാനന്ദ സ്വാമികള് നമുക്കായിട്ട് ഈശ്വര പ്രാർത്ഥന തന്നിട്ടുണ്ട്. ധ്യാനത്തിൽ എന്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ധ്യാനത്തിൽ എന്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ദൈവത്തിനൊത്ത ഗുരുവരനെയും വരിച്ച് ധ്യാനത്തിൽ എന്റെ ഹൃദയം ലയമാർന്നിടട്ടെ. ധ്യാനത്തിൽ എന്റെ ഹൃദയം ലയമാർന്നിടണം. ആ ധ്യാനത്തിൽ എന്റെ ഹൃദയം ലയമാർന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഗുരുവിന്റെ ഹൃദയഭാഷ നമുക്ക് മനസ്സിലാകും. അപ്പൊ നമുക്ക് ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് തന്ന ഈ സ്തോത്ര കൃതിയിലൂടെ പോകുമ്പോൾ ഗുരു പറഞ്ഞിട്ടുള്ള വഴി ഒന്ന് സഞ്ചരിക്കാം. 1 മിനിറ്റ് എല്ലാവരും ഞാൻ പറഞ്ഞിട്ടിരുന്നാൽ മതി. 1 മിനിറ്റ് ഒന്ന് കണ്ണടച്ച് ഒന്ന് ധ്യാനത്തിലിരിക്കണം. കാര്യം ഇന്ന് നിങ്ങൾ ഇവിടെ നമ്മുടെ അരമണിശ്വരിൽ പഠിക്കുന്നവർക്കൊക്കെ ഇതറിയാം. പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ദിവസവും ഒരു 5 മിനിറ്റ് ഒന്ന് നിവർന്നിരുന്ന് ഇരുന്ന് കൊടുത്താൽ മാത്രം മതി. അതെന്താണ് ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതെന്ന് വെച്ചാല് കുണ്ടല്ലി പാട്ടിലെ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ, ഓമെന്ന് തൊട്ടൊരു കോടി മന്ത്രപ്പൊരുൾ നാമം അറിഞ്ഞുകൊള്ളുക. അപ്പൊ നമ്മുടെ ഉള്ളില് ഓംകാരമുണ്ട്. ആ ഓംകാരത്തെ തിരിച്ചറിയുവാൻ ഗുരു പറയുകയാണ്. ആ ഓംകാരത്തെ നമ്മൾ എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചാല് ഗുരുദേവൻ നമുക്ക് പിണ്ടനന്ദിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? രേതസ്സു തന്നെയിരു രക്തമോടും കലർന്നു, നാദം തിരണ്ടു നടുവിൽ കിടന്നു, മാതാവുമില്ല അവിടെയങ്ങ് പിതാവുമില്ല, താതൻ വളർത്തിയവനാണ് ഇവനെന്ന് ശംഭോ. അപ്പോ അച്ഛന്റെ രേതസ്സും അമ്മയുടെ രക്തവും കലർന്ന് അവിടെ നാദം തിരണ്ടു. കോലദീശസ്തവത്തിലേക്ക് വരുമ്പോ ഈ നാദത്തിനെ കുറിച്ചൊക്കെ വരും. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു പോകുന്നത്. നാദം തിരണ്ടു. അപ്പൊ നമ്മുടെ ഉള്ളില് അല്ലെ നാദം തിരണ്ടു. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായതാണ്. ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരം നമ്മൾ നാളെ ഉപേക്ഷിക്കേണ്ടി വരും. ഈ നാദത്തിനാണ് അവിടെ അവകാശമുള്ളത് അല്ലെ. ആ നാദം പോകുമ്പോ
ഈ ശരീരം നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. ഈ ശരീരത്തെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് ആ പിണ്ടനന്ദിയിൽ പറഞ്ഞത്, മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി. മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും എണ്ണിപ്പിടിച്ച് അറയിലിട്ട് എരിയും കൊളുത്തി. അപ്പൊ അവിടെ എരിയും കൊളുത്തി, അപ്പൊ അവിടെ തീയും വന്നു അല്ലേ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ചൂടുണ്ട്. നമ്മുടെ ശരീരത്തിൽ ചൂടില്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത്? മരിച്ചെന്ന് പറയൂല്ലേ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ചൂടുമുണ്ട്, അവിടെ അഗ്നിയുമുണ്ട്, ആ നാദവുമുണ്ട്. ഇത് രണ്ടും നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ 1888 അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. ആ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത, ആ നെയ്യാറിന്റെ ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത ആ ശിലയാണ് ഒരു ശിലയിൽ ചേർത്ത് വെച്ച് അല്ലെ, അത് ഒഴുകി ചേർന്നു. അവിടെ അഷ്ടബന്ധമില്ലായിരുന്നു. അവിടെ പ്രതിഷ്ഠയ്ക്ക് മുമ്പ് നടത്തുന്ന പൂജകളൊന്നും തന്നെ അവിടെ ഇല്ല. അവിടെ ലോകത്തിൽ ആദ്യമായിട്ട് നടന്നൊരു സംഭവമായിരുന്നു ഈ ശിവലിംഗ പ്രതിഷ്ഠ. ഈ ശിവലിംഗ പ്രതിഷ്ഠയില്, ഈ ശിവലിംഗത്തില് ഗുരുദേവൻ നമുക്ക് കുണ്ടലിനി ശക്തിയെ കാണിച്ചു തന്നിട്ടുണ്ട്. അത് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ഒരു ക്ഷേത്രം അവിടെ പോയി കഴിഞ്ഞാല് ചെങ്കൽ പോയി കഴിയുമ്പോൾ നമുക്കത് ബോധമാവും. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും, പടിയാറും കടന്ന് ഭഗവാനെ കാണാൻ 6 നിലകളും കടന്ന് നമ്മൾ അങ്ങ് മുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ശിവനും പാർവതിയാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഭഗവാനെ കാണണമെങ്കിൽ പടി 6 കടക്കേണ്ടിയിരിക്കുന്നു. ഈ പടി 6 കടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ധ്യാനിക്കണം, നമ്മൾ നിവർന്നിരുന്ന് കൊടുക്കണം. അപ്പൊ നമ്മുടെ നട്ടലിൽ കൂടി ഇതിന്റെ ശക്തി നേരെ ഇവിടെ പോവും, അങ്ങ് സഹസ്രാര പത്മത്തിലേക്ക് ഭഗവാനെ കാണാൻ പോകും അല്ലെ. ഈ പടി 6 കടക്കണം അല്ലെ. ആ 6ാമത്തെ പടി എന്ന് പറയുന്നത് ഇവിടെയാണ്, ഭഗവാന്റെ തൃക്കണ്ണെന്ന് പറയുന്നു. അപ്പൊ ഭഗവാൻ പറയുകയാണ്, ആ ശരീരമല്ല അറിവാകുന്നു. അറിവ് ഈശ്വരനാണ്, അറിവ് ബ്രഹ്മമാണ്, അറിവ് പ്രകാശമാണ്, അറിവ് ദൈവമാണ്. അപ്പൊ നമ്മളും ദൈവമാണ് അല്ലെ. അപ്പൊ നമുക്ക് ഭഗവാന്റെ ആ തൃക്കണ്ണ് എവിടെയാണ് ഇരിക്കുന്നത് അറിയാലോ, ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ധ്യാനത്തിൽ ഇങ്ങനെ നിവർന്നിരുന്ന് കൊടുക്കുമ്പോ ഇത് മൂലാധാരത്തിൽ നിന്ന് അല്ലെ, കുണ്ടലിനി ശക്തി ആ ഉണർന്നു വരുന്നു. കുണ്ടലിനി പാട്ടില് ഗുരുദേവൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ, പാമ്പ് അവിടെ പത്തി താത്തി കിടക്കുകയാണ്, ആടുപാമ്പേ പുനം തേട് പാമ്പേ. അപ്പൊ എന്ത് ചെയ്യും? അവിടെ നിന്ന് ഈ ശക്തി പതിയെ പതിയെ ഉണർന്നു വരുവാൻ തുടങ്ങും. മൂലാധാരത്തിൽ നിന്നും ഇതെന്ത് ചെയ്യും? സ്വാധിഷ്ഠാനത്തിലേക്കും, സ്വാധിഷ്ഠാനത്തിൽ നിന്നും മണിപൂരകത്തിലേക്കും, മണിപൂരകത്തിൽ നിന്ന് അനാഗത്തിലേക്കും, അനാഗത്തിൽ നിന്ന് വിശുദ്ധിയിലേക്കും, വിശുദ്ധിയിൽ നിന്ന് ആജ്ഞയിലേക്കും, ഈ ആജ്ഞയിൽ നിന്ന് നേരെ സഹസ്രാര പത്മത്തിലേക്ക് നമുക്ക് പോകാം. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ നിവർന്നിരിക്കുമ്പോ നമ്മളുടെ ഉൾക്കണ്ണ് കൊണ്ട് നമ്മൾ നേരെ നോക്കേണ്ടത് 6ാമത്തെ പടിയിൽ നമ്മൾ നോക്കണം. ഈ ആജ്ഞയുടെ ഭാഗത്തേക്ക് നമ്മൾ നോക്കുക. നമ്മുടെ ഉള്ളിലൊരു നാദമുണ്ട്. ഒരു പാമ്പിനെ ഉണർത്തണമെങ്കിൽ അവിടെ മകുടി ഉണ്ടാവും അല്ലെ. ആ നാദം കേട്ടാലേ പാമ്പ് ഉണരുകയുള്ളൂ. അപ്പൊ നമ്മുടെ ഉള്ളില് ഓംകാരമുണ്ട്. ആ ഓംകാരത്തെ നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളൊന്ന് നിവർന്നിരിക്കുക. 1 മിനിറ്റ് എല്ലാവരും ഒന്ന് നിവർന്നിരിക്കുക. ഞാൻ പറയുമ്പോഴത്തേക്ക് കണ്ണു തുറന്നാൽ ശ്വാസം മെല്ലെ എടുക്കുക. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾ നോക്കേണ്ടത് ആ ഭ്രൂമധ്യത്തിലേക്കായിരിക്കണം. അതായത് ഭഗവാന്റെ തൃക്കണ്ണുള്ള സ്ഥലം. ഭ്രൂമധ്യത്തിലേക്ക് നോക്കുക. ശ്വാസം മെല്ലെ എടുക്കുക, പതിയെ പുറത്തേക്ക് വിടുക. ശ്വാസം മെല്ലെ എടുക്കുക, ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക, പതിയെ പുറത്തേക്ക് വിടുക.
ശ്വാസം മെല്ലെ എടുക്കുക, പതിയെ പുറത്തേക്ക് വിടുക. ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് പതിയെ കണ്ണുകൾ തുറക്കുക. ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് പതിയെ കണ്ണുകൾ തുറക്കുക. അപ്പൊ നിങ്ങള് നാളെ മുതൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു 5 മിനിറ്റ് ദിവസവും ഗുരുദേവൻ എന്താണോ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, ഈ ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് ഇരുന്ന് കൊടുക്കണം. ഇരുന്ന് കൊടുത്താൽ ഗുരുദേവന്റെ ഹൃദയ ഭാഷ നമുക്ക് മനസ്സിലാകും. പിന്നെ നമ്മൾ ഗുരുദേവ കൃതികളൊക്കെ പഠിക്കുമ്പോൾ ഗുരു തന്നെ നമുക്ക് പറഞ്ഞു തരും ഇതിന്റെ അർത്ഥമൊക്കെ എന്താണ്, ഞാൻ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് ഗുരു തന്നെ നമുക്ക് പറഞ്ഞു തരും. അപ്പൊ നമുക്ക് ഗുരുദേവൻ ആദ്യം എന്താണ് പറഞ്ഞു തന്നിട്ടുള്ളത്, ആ ധ്യാനത്തിലൂടെ വേണം നമ്മൾ പഠനത്തിലേക്ക് കയറുവാൻ. ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് പ്രതിഷ്ഠയെല്ലാം കഴിഞ്ഞ് മണ്ണന്തലയിലും വക്കത്തുമൊക്കെ പ്രതിഷ്ഠ നടത്തുന്ന ആ സമയത്താണ് ഇവിടെ കുളത്തൂർ എത്തുന്നത്. 450 വർഷം പഴക്കമുള്ള കുളത്തൂർ ഭദ്രകാളി ക്ഷേത്രത്തില് ശ്രീനാരായണ ഗുരുദേവൻ വന്ന് ഇവിടെ നാട്ടിലെ പ്രമാണികളെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ജന്തുബലിയും ദുരാചാരങ്ങളും നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. അപ്പോ നമുക്ക് ഈ ജന്തുബലിയൊക്കെ ഒന്ന് നിർത്തലാക്കിക്കൂടെ? അപ്പൊ എല്ലാവർക്കും ഭയമായി. ഭദ്രകാളിക്ക് ജന്തുബലിയൊക്കെ കൊടുത്തോണ്ടിരുന്ന സ്ഥലത്ത് നിർത്തലാക്കാൻ പറഞ്ഞപ്പോൾ ഭയം തോന്നി. അതിലൊരു ഭക്തൻ എന്ത് പറഞ്ഞു? ദേവി കോപം ഉണ്ടാകും. അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ എന്താ പറഞ്ഞ? നിങ്ങൾക്ക് നാമുണ്ട്. അപ്പൊ ഗുരുവിന്റെ വാക്ക് നമ്മൾ എല്ലാ പേരും മനസ്സിലാക്കണം. ഗുരുദേവൻ നമ്മളടുത്ത് പറഞ്ഞിരിക്കുക നിങ്ങൾക്ക് നാമുണ്ട് എന്ന്. ഇത് കേട്ടപ്പോ എല്ലാവർക്കും സന്തോഷമായി. ഭദ്രകാളിയെ ആ വിഗ്രഹം എടുത്ത് മാറ്റുന്നതിനോടൊപ്പം അവിടെ ശിവനെ പ്രതിഷ്ഠിച്ചു തരാമെന്ന് പറഞ്ഞു. സന്തോഷം കൊണ്ട് എല്ലാവരും വളരെ ആഘോഷപൂർവം ആ പ്രതിഷ്ഠയ്ക്ക് തയ്യാറായി. ഗുരുദേവൻ അതിനുള്ള സമയം എല്ലാം കുറിച്ചു. ആ സമയത്ത് അവിടെ വരുമ്പോ ഈ ഭദ്രകാളി വിഗ്രഹത്തിൽ നിന്ന് ആവാഹനത്തിന്റെ പൂജ നടക്കുകയാണ്. ഗുരുദേവൻ അവരോട് ചോദിച്ചു, ആവാഹനമൊക്കെ കഴിഞ്ഞോ? അപ്പൊ 3-4 തന്ത്രിമാരുണ്ട്. തന്ത്രിമാര് പറഞ്ഞു, കഴിഞ്ഞു സ്വാമി, ആവാഹനമൊക്കെ കഴിഞ്ഞു. ഗുരുദേവൻ പറഞ്ഞു, എന്നാൽ കയറി ഇളക്കി മാറ്റിക്കോളൂ. ഇവര് 3-4 പേര് കൂടി കയറി ആ വിഗ്രഹത്തെ ഇളക്കി മാറ്റുവാൻ ശ്രമിച്ചു. പക്ഷെ ഒന്ന് അനക്കാൻ പോലും പറ്റിയിട്ടില്ല. അപ്പൊ ഈ പൂജ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ആ ശക്തിയെ ആവാഹിച്ച് മാറ്റാനാണ് അവിടെ ആവാഹന പൂജയൊക്കെ നടന്നത്. പക്ഷെ ഒന്ന് അതിനെ അനക്കാൻ പോലും സാധിച്ചിട്ടില്ല. ഗുരുദേവൻ പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് പറഞ്ഞു, പുറത്തേക്ക് ഇറങ്ങിക്കോളൂ. ഗുരുദേവൻ അകത്തേക്ക് കയറി ഒരു പുഷ്പം എടുത്ത് ധ്യാനിച്ചു നിന്നിട്ട് ആ വിഗ്രഹത്തിലേക്ക് വെച്ചു. ആ പുഷ്പത്തെ എങ്ങനെ എടുത്ത് മാറ്റുമോ അതുപോലെ ആ വിഗ്രഹത്തെ എടുത്തു മാറ്റി അവരുടെ കൈകളിൽ തന്നെ കൊടുത്തിട്ട് പറഞ്ഞു, ആ വടക്കേ പടിഞ്ഞാറേ മൂലയിൽ കൊണ്ട് വെച്ചോളൂ, അവിടെ ഇരുന്നോളൂ. പക്ഷേ ഒരാള് പോലും അതിനെ നോക്കി തൊഴാൻ പാടില്ല. ഒരു ചന്ദനത്തിരി പോലും അവിടെ കൊളുത്തുവാൻ പാടില്ല. ഗുരുവിന്റെ ആജ്ഞയായിരുന്നു അത്. അന്ന് നാട്ടുപ്രമാണിമാര് ഒരു തീരുമാനമെടുത്ത്, എന്താണ്? ഗുരു ആജ്ഞാപിച്ചിരിക്കണല്ലേ, അങ്ങോട്ട് ആരും കയറി തൊഴാൻ പാടില്ല, ചന്ദനത്തിരി ഒന്നും കൊളുത്താൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം? ആരെയും നാലമ്പലത്തിനകത്തേക്ക് കയറ്റി വിടണ്ട. പൂജയ്ക്കുള്ളവർ മാത്രം അകത്ത് കയറിയാൽ മതി, ആരും അകത്തോട്ട് കയറ്റണ്ട എന്നുള്ള തീരുമാനം എടുത്തു. ഉത്സവ സമയമാകുമ്പോ എന്തായാലും സഹായത്തിന് അവിടെ ഭാരവാഹികൾക്ക് കയറണം. അവർക്ക് കയറാം. 10 ദിവസത്തെ പച്ചശുദ്ധി അനുഷ്ഠിച്ചുകൊണ്ട് അതിനകത്തോട്ട് കയറാം. അപ്പൊ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് കയറിക്കൂടാ? അപ്പൊ ചോദ്യം അതാണ്, എന്തുകൊണ്ട് അവിടെ സ്ത്രീകൾക്ക് കയറിക്കൂടാ? പുരുഷന്മാർക്ക് മാത്രമേ കയറാവൂ. അവിടെ മാറ്റി വെച്ചത് ഗുരുദേവൻ ശക്തിയല്ല മാറ്റിയത്, ഇവിടുത്തെ ദുരാചാരമാണ് മാറ്റിയത്. അല്ലെ? ഇവിടത്തെ ഈ നടന്നുകൊണ്ടിരുന്ന ദുരാചാരങ്ങളെയാണ് മാറ്റിയത്. ശക്തി അവിടെ ഉണ്ട്. അപ്പോൾ സ്ത്രീകൾ എന്ന് പറയുന്നത് ശക്തിയുടെ പ്രതിരൂപമാണ്.
കൊളുത്തരുതെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ പിന്നെ സ്ത്രീകൾ അതിനകത്തോട്ട് കയറുന്നത് ശരിയാണോ? ശരിയല്ല, നമ്മൾ കയറാൻ പാടില്ല. ഗുരു പറഞ്ഞിരിക്കുകയാണ് അല്ലെ. ഗുരുദേവൻ എന്ത് ചെയ്തു? ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് തയ്യാറായി. ഗുരുദേവൻ ശിവലിംഗം എടുത്ത് അല്പം ധ്യാനിച്ചു നിൽക്കുമ്പോൾ ഈ അന്തരീക്ഷമാകെ മാറി. അന്തരീക്ഷത്തിന് ഭയങ്കര മാറ്റം സംഭവിച്ചു. ഗുരുദേവൻ എന്ത് പറഞ്ഞു? പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലാൻ പറഞ്ഞു. എല്ലാവരും ഉറക്കെ പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി. ആ പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഗുരുദേവൻ ആ ശിലയോടൊരുക്കി ചേർത്തു. ആ ശിവലിംഗത്തെ ശിലയോടൊരുക്കി ചേർത്തു. നമ്മൾ ശ്രദ്ധിക്കണം, ഇത് ശക്തിയാണ്. കയ്യിലിരിക്കുന്ന ശില എന്ന് പറയുന്നത് ശക്തനാണ്. ഈ ശക്തനും ശക്തിയും തമ്മിൽ ചേരുമ്പോഴാണ് അവിടെ ശിവശക്തി അല്ലെ. ശിവശക്തി എന്ന് പറയുന്നത് ഈ ശക്തനും ശക്തിയും ചേരുമ്പോഴാണ്. അവിടെ എന്താണ് ചെയ്തത്? ശ്രീനാരായണ ഗുരുദേവൻ മൃദുവായി 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 ആ ശിലയോട് ഉരുകി ചേർത്തു. ഉരുകി ചേരുവാൻ വേണ്ടി അവിടെ എന്തായിരുന്നു? ഗുരുവിന്റെ കണ്ണിൽ നിന്ന് വന്ന ആ കണ്ണുനീര് കൊണ്ടാണ് ആ ശില ഉരുകി ചേർന്നത്. അരുവിപ്പുറത്ത് പ്രതിഷ്ഠ കഴിഞ്ഞ് രണ്ടാമത്തെ ശിവലിംഗ പ്രതിഷ്ഠ നടന്നത് കോലത്തുകരയിലാണ്. രണ്ട് സ്ഥലത്തും അഷ്ടബന്ധങ്ങളില്ലാത്ത ശിവലിംഗ പ്രതിഷ്ഠയാണ് നടന്നത്. അഷ്ടബന്ധമില്ലാത്ത ശിവലിംഗ പ്രതിഷ്ഠ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് കോലത്തുകരയിലെ പ്രതിഷ്ഠ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഗുരുദേവൻ പുറത്തേക്ക് വന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? കോലത്തുകര കുടികൊണ്ടരളും ബാലത്തിറ ചൂടിയ വാഴ്ത്തിയെ. ഇത് ചൊല്ലിക്കൊണ്ട് നേരെ ആരുടെ മുഖത്തേക്കാണ് നോക്കിയത്? അവിടെ നിന്ന് കുമാരനാശാന്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. കുമാരനാശൻ ഒരു നിമിഷം പോലും ആലോചിച്ച് നിൽക്കാതെ കുമാരനാശാൻ പറഞ്ഞു, കാലൻ കനിവറ്റു കുറിച്ചു വിടുന്ന ഓലപ്പടി എന്നെ അയക്കരുതേ. ഈ കാലൻ കനിവറ്റ് കുറിച്ചു വിടുന്ന ഓലപ്പടി എന്നെ അയക്കരുതേ എന്നുള്ള ചോദ്യം ഈ പുസ്തകം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോ എന്നെ വല്ലാതെ അലട്ടി. ഞാൻ ഗുരുവിനോട് തന്നെ ചോദിച്ചു, ഭഗവാനെ, എന്തിനാണ് ഈ കാലൻ കനിവറ്റ് കുറിച്ചു വിടുന്ന ഓലപ്പടി എന്നെ അയക്കരുതേ എന്ന് കുമാരനാശാൻ പറയാൻ കാരണം? അങ്ങനെയാണെങ്കിൽ കുമാരനാശാന് മരിക്കുവാൻ പേടിയുണ്ടോ? എന്തെങ്കിലും കാരണമില്ലാതെ കുമാരനാശാൻ അത് പറയില്ല. അപ്പൊ ഈ ചോദ്യം ഞാൻ പല ആവർത്തി ഗുരുവിനെ നോക്കി ചോദിക്കാൻ തുടങ്ങി. ഈ പുസ്തകം ഇറങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോ കുറിച്ചിയിലെ ആശ്രമത്തിൽ നിന്ന് 2 സന്യാസിമാരും ഒരു സന്യാസിയമ്മ പിന്നെ ഒരു 10-47 പേര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഈ പുസ്തകമെല്ലാം വാങ്ങിക്കൊണ്ട് പോയിട്ട് ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോ അതിലൊരു എനിക്ക് വേണ്ടപ്പെട്ട ഒരാള് അവരിതിനെ കുറിച്ച് പഠനം നടത്തുന്ന ആളാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാജലക്ഷ്മി സമയമുണ്ടോ? പറഞ്ഞോളൂ, എന്താ സമയം? എനിക്ക് കുഴപ്പമില്ല, പറഞ്ഞോളൂ. എന്തെങ്കിലും പുസ്തകം വായിച്ചിട്ട് എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ലില്ല, പുസ്തകം വായിച്ചിട്ടല്ല, ആ പുസ്തകം ഞാൻ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് രാജലക്ഷ്മിയോട് ഈ കാര്യം പറയണമെന്ന് എന്റെ ഉള്ളിലേക്ക് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് പറയാതെ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞോളൂ, എന്തായാലും പറഞ്ഞോളൂ. അപ്പൊ എന്നോട് ചോദിക്കുവാണ്, രാജലക്ഷ്മിക്ക് അറിയൂ കുമാരനാശാൻ എന്തിനായിരിക്കും ഗുരുവിനെ നോക്കി ഇങ്ങനെ പറഞ്ഞത്? കാലൻ കനിവറ്റ് കുറിച്ചു വിടുന്ന ഓലപ്പടി എന്നെ അയക്കരുത്. ഞാൻ പെട്ടെന്ന് അതിശയിച്ചു പോയി. ഞാനിത് ഗുരുവിനോട് ചോദിച്ചിട്ടുള്ള കാര്യം. അപ്പൊ ഞാൻ ചോദിച്ചു, അത് സാറിന് അറിയോ? എനിക്ക് പറഞ്ഞൊരു എനിക്ക് എപ്രാളമായി ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അദ്ദേഹം എന്നോട് പറയുവാണ്, 18-19 വയസ്സ് കുമാരനാശാൻ. ആ സമയത്ത് കുമാരനാശന് മാരകമായിട്ടൊരു അസുഖം പിടിപെട്ടു. ഈ സമയത്ത് അച്ഛനും ബന്ധുക്കളും ഒക്കെ കുമാരനാശാന്റെ ജാതകം ഒന്ന് പരിശോധിച്ചു. ജാതകം പരിശോധിച്ചപ്പോൾ ജാതകത്തില് കുമാരന് ആയുസ് കുറവാണ്. അങ്ങനെ ഗുരുവിന്റെ പാദത്തിൽ അഭയം പ്രാപിക്കുവാൻ വന്നതായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ പാദത്തിൽ അഭയം പ്രാപിക്കുവാൻ വന്നതാണ്. അപ്പോ ഗുരു പറഞ്ഞു കൊടുത്തെന്താണ്?
കോലത്തുകര കുടികൊണ്ടരുളും പാലക്കര ചൂടിയ വാരുതിയെ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ മുമ്പില് ആദ്യം വന്ന അപേക്ഷ കുമാരനാശന്റേതാണ്. അപ്പൊ കുമാരനാശൻ പിന്നുള്ള കാലം ഗുരുദേവന്റെ കൂടെ ശിഷ്യനായി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഉള്ളിലൊരു ചോദ്യം കിടപ്പുണ്ട്, എന്തുകൊണ്ട് ബോട്ടപകടത്തിൽ മരണപ്പെട്ടു. അപ്പോ അത് എല്ലാവർക്കും ഒരു സമയമുണ്ടല്ലേ, അത് ഗുരുവിനും അറിയാമായിരുന്നു കുമാരന് പോകാൻ സമയമായി. അതുകൊണ്ടാണ് കുമാരൻ യാത്ര ചോദിച്ചു വന്നപ്പോ ശ്രീനാരായണ ഗുരുദേവൻ ആ ധ്യാനത്തിൽ നിന്ന് പുറത്തേക്ക് വരാതിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് സമസ്യാപൂരണം നടത്തി ഒരു ശിഷ്യൻ, ആ ശിഷ്യനും ശ്രീനാരായണ ഗുരുവൊക്കെ ഇവിടെ വളരെ സന്തോഷപൂർവ്വം ഇങ്ങനെ കഴിയുന്ന സമയത്താണ് നമ്മുടെ ഭക്തർക്ക്, കോലത്തുകരയിലെ ഭക്തർക്ക് കോലതീരശസ്തവം എന്ന സ്തോത്രകൃതി രചിച്ചു കൊടുത്തത്. അപ്പൊ നമുക്ക് കോലതീരശസ്തവത്തിലേക്ക് കടക്കാം. കാലാശ്രയമെന്നായണയുന്നോർക്കനുകൂലൻ ഫാലാക്ഷന അധർമ്മിഷ്ടരിലേറ്റം പ്രതികൂലൻ പാലിക്കണമെന്നെ പരിചോടുന്നു ഗുണത്തോർ കോലത്തുവരെ കോവിലിൽ വാഴും പരമേശൻ. കാലാശ്രയം എന്നാൽ കാലത്തിന് ആശ്രയമാണ്. ആ കാൽപാദങ്ങൾ മാത്രമാണ് ആശ്രയമെന്ന് നിലച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് അണയുന്നവർക്ക് ഭഗവാൻ മാത്രമേ നമുക്ക് ആശ്രയമുള്ളൂ. ഈ സുഖവും ദുഃഖവും ഒക്കെ നമുക്ക് വരുന്നത് നമ്മുടെ കർമ്മത്തിന്റെ ഫലമായിട്ടാണല്ലേ സുഖവും ദുഃഖവും ഒക്കെ നമുക്ക് വരുന്നത്. അപ്പൊ ആ ഭഗവാൻ മാത്രമേ ആശ്രയമുള്ളൂ എന്ന് നിലച്ചുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിലേക്ക് ശരണം പ്രാപിക്കുന്ന ആരാണോ അവർക്ക് ഭഗവാൻ അനുകൂലനാണ്. ഫാലാക്ഷൻ, ഫാലൻ നെറ്റിത്തട, അക്ഷൻ കണ്ണ്. അപ്പോ നെറ്റിയിൽ കണ്ണുള്ള, ഭാരത്തിൽ അക്ഷമുള്ളവൻ, നെറ്റിയിൽ കണ്ണുള്ളവൻ. അധർമ്മിഷ്ഠരിൽ, അധർമ്മം നിഷ്ഠയാക്കിയവരിൽ, അതായത് ഈ അഹങ്കാരമൊക്കെ കാണിച്ച് ഈ അന്യായ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന അധർമ്മിഷ്ഠരിൽ ഭഗവാൻ ഏറ്റവും പ്രതികൂലനാണ്. അധർമ്മം കാണിക്കുന്നവരിൽ ഭഗവാൻ എന്ത് ചെയ്യും? ആ നെറ്റിക്കണ്ണെന്ന് തീ ചിതറി ഭസ്മമാക്കി കളയും. അപ്പൊ ഇവിടെ ഭഗവാന്റെ തൃക്കണ്ണിൽ എരിയുന്ന ആ അഗ്നി, അല്ലെ നമ്മൾ ആദ്യം പറഞ്ഞു എരിയും കൊളുത്തി, ആ അഗ്നി എന്ത് ചെയ്യും? ഭഗവാനെ ആശ്രയം ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് നനച്ച് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുന്നവർക്ക് ഭഗവാൻ അനുകൂലനും, അല്ലാതെ അധർമ്മം കാട്ടി ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുന്നവർക്ക് ഭഗവാൻ പ്രതികൂലനുമായിരിക്കും. അപ്പോ നമ്മൾ ഭഗവാനെ തിരിച്ചറിഞ്ഞ് ധ്യാനത്തിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഭഗവാനെ അറിയാൻ പറ്റൂല്ലേ? ഗുരുദേവനെ അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മളെ തിരിച്ചറിയാൻ പോവുകയാണ്. ഭഗവാനെ തിരിച്ചറിയുവാൻ വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ നമ്മെ തിരിച്ചറിയുകയാണ്. പാലിക്കണം, എന്നെ സംരക്ഷിക്കണം, എന്നെ കാത്തു രക്ഷിക്കണം, പരിചോടിന്ന് വേണ്ടതുപോലെ കരുണാപൂർവം കോലത്തുകര കോവിലിൽ വസിക്കുന്ന വാഴുന്ന പരമേശ്വര, എന്നെ വേണ്ടതുപോലെ കരുണാപൂർവം കാത്തു രക്ഷിക്കണേ.
നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമാണ് കർമ്മം ഉണ്ടാക്കുന്നത്. അത് മനസ്സിലാക്കുന്നവൻ, അത് അറിയുന്നവൻ ധർമ്മം ചെയ്യും. അറിയാത്തവരോ അധർമ്മം ചെയ്ത് ഞാനാണ്, എന്റേതാണ്, ഇതെല്ലാം ഞാൻ ചെയ്യുന്നതാണ്, ഇതെനിക്കുള്ളതാണ് എന്ന അഹങ്കാരത്തില് നമ്മൾ അധർമ്മം ചെയ്തു കൂട്ടും. കോലത്തിലെ മഹാദേവന്റെ അടുത്ത അഹങ്കാരമൊക്കെ ഇല്ലാതാക്കി ഞാൻ എന്നുള്ള ഭാവമൊക്കെ മാറ്റി എല്ലാം ഭഗവാനാണ് എന്ന് വിശ്വാസത്തോടെ എത്തിച്ചേരുന്നവർക്ക് അനുകൂലനും, അധർമ്മം നിഷ്ഠയാക്കിയിട്ടുള്ളവർക്ക് തീ ചിതറുന്ന നെറ്റിക്കണ്ണിൽ എരിഞ്ഞ് ഭസ്മമാക്കുകയും, ഇത് മനസ്സിലാകുന്ന ധർമ്മം ചെയ്യുന്നവർ തൃക്കണ്ണിലെ ആ അഗ്നിയിൽ ലയിക്കുകയാണ് ചെയ്യുന്നത്. അണയ്ക്കുക എന്ന് പറയുമ്പോൾ ആ അഗ്നിയിലേക്ക് ഭഗവാൻ നമ്മെ ലയിപ്പിക്കും. അപ്പൊ നമ്മള് ഭഗവാൻ ഈ അഗ്നിയിലേക്ക് ലയിപ്പിക്കുമെന്ന് പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് ഏകദേശം 63-64 കൃതികൾ നമുക്ക് തന്നിട്ടുണ്ട്. ഭഗവാൻ അവസാനം നമുക്ക് തന്നിട്ട് പോയി. എന്താണ്? ഒരു ഹോമം മന്ത്രം തന്നിട്ട് പോയി. ഹോമമന്ത്രം നമുക്ക് ഭഗവാൻ തന്നിട്ട് പോയി. കൃതികൾ ഇത്രയും തന്നിട്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഈ മന്ത്രം മുമ്പിൽ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി ചൊല്ലൂ. ഓം അഗ്നേ തവ തേജസ്തദ്ധാമം അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വദീയ ഇന്ദ്രിയാണി മനോ ബുദ്ധിരിതി സപ്തജിഹ്വാഃ ത്വയി വിഷയാ ഇതി സമിതോ ജുഹോമി അഹമിത്യാജ്യം ജുഹോമി ത്വം നഃ പ്രസീദ പ്രസീദ ശ്രേയശ്ച പ്രേയശ്ച പ്രയച്ഛ സ്വാഹാ. ഓം ശാന്തി ശാന്തി ശാന്തി. എന്താണ് ഗുരു പറഞ്ഞത്? അല്ലയോ അഗ്നിദേവ, നിന്റെ ഏതൊരു തേജസ്സാണോ അത് ബ്രഹ്മമാകുന്നു. ആ അഗ്നിയെ ബ്രഹ്മമെന്നാ പറയുന്നു അല്ലെ? ആ ഏതൊരു തേജസ്സാണോ അത് ബ്രഹ്മമാകുന്നു. നിന്നെ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന ബ്രഹ്മമാണ്. നിനക്ക് 5 ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ചേർന്ന് 7 നാവുകളുണ്ട്. ഈ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളാക്കുന്നല്ലേ? ആ വിഷയങ്ങളൊക്കെ എല്ലാം എന്ത് ചെയ്യുന്നു? ഈ വിഷയങ്ങളൊക്കെ സമിത്തുകളാക്കി നിന്നെ ഹോമിക്കുകയാണ്. അപ്പൊ ഈ ഹോമമന്ത്രം ഭഗവാൻ നമുക്ക് തരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഉള്ളില് അഗ്നി എരിച്ചിട്ടുണ്ടല്ലേ ഭഗവാൻ. അപ്പൊ നമ്മുടെ ഉള്ളിലെ അഗ്നി ഉണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മുടെ ഈ 5 ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്ന ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്ക് ഇടണം, ഹോമിക്കണം. പിന്നെ ഞാനെന്നുള്ള ആ അഹന്തയെ അല്ലെ, അതിനെയും നെയ്യായി സങ്കല്പിച്ചുകൊണ്ട് ആ അഗ്നിയിലേക്ക് ഒഴുക്കി അഗ്നിയായി മാറണം. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇതെല്ലാം അതിലേക്ക് ഒഴിച്ച് എന്ത് ചെയ്യണം? അഗ്നിയായി മാറണം. അഗ്നി എന്തെന്ന് ഗുരു പറഞ്ഞു അല്ലെ? പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന ബ്രഹ്മമാണ്. ബ്രഹ്മം അറിവാണ്. അപ്പൊ ഭഗവാൻ അവസാനം നമുക്ക് ഈ ഹോമമന്ത്രം തന്നിട്ടാണ് പോയിരിക്കുന്നത്. ഈ മന്ത്രം നമ്മെ ശുചിയാക്കുന്ന മന്ത്രമാണ്. ഈ മന്ത്രം ദിവസവും നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശുചിയായിക്കൊണ്ടിരിക്കും. ഭഗവാൻ നമ്മളെ ശുചിയാക്കുവാൻ തന്ന ഈ മന്ത്രം ഒരു മാനവ മോചന മന്ത്രമാണ്. അതെല്ലാവരും പഠിക്കുകയും തെറ്റുകൂടാതെ നമ്മൾ ദിവസവും ഇത് ഉരുവിടുകയും വേണം. അന്ധവിശ്വാസത്തെയും അനാചാരത്തെയും മൃദുവായി അടർത്തി മാറ്റിക്കൊണ്ട് അഷ്ടബന്ധം ഒന്നും തന്നെ ഇല്ലാതെ ശിലയെ ശിലയോട് ഒരുക്കി ചേർത്തുകൊണ്ട് ദൈവത്തിന്റെ 3 മിഴികൾ തുറന്നു തന്നു. കോലത്തിലേ ഭഗവാന്റെ 3 മിഴികൾ തുറന്നു തന്ന് അതിൽ 3ാമത്തെ മിഴി എന്ന് പറയുന്നത് ധർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് ആശ്രയം നൽകുന്നതാണ്. അധർമ്മരെ ചുട്ടരിക്കുക എന്നുള്ളതുമാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വര സങ്കല്പത്തിലാണ് കോലത്തുകരയിലെ ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്.
അടുത്ത രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക്. ഈ ലോകമശേഷം ക്ഷണമാത്രേണ സൃജിച്ച ആലോകന മാത്രേണ ഭരിക്കുന്നനുവേലം ഈ ലീലകളാടുന്നവനാണ്ടിടണമെന്നേ കോലത്തുവര കോവിൽ വാഴും പരമേശൻ. ഈ ലോകമശേഷം, ഈ ലോകം മുഴുവനും, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ക്ഷണമാത്രേണ നിമിഷനേരം കൊണ്ട്, ക്ഷണനേരം കൊണ്ട് സൃഷ്ടിച്ച് ആര്, ഏത് ജഗതീശ്വരനാണോ ആ ലോകന മാത്രേണ വെറും ഒരു നോട്ടം കൊണ്ട് ഭരിക്കുന്ന, സംരക്ഷിക്കുന്ന, നമ്മെ രക്ഷിക്കുന്ന, അനുവേല എല്ലായ്പ്പോഴും സദാസമയം ഈ ലീലകൾ, ഈ കളികൾ ആടുന്നവൻ, കളിയാടുന്നവൻ, അതായത് ഈ ലീലകൾ പ്രപഞ്ചത്തിലാടുന്നവൻ. ആട്ടിയിടണം എന്നെ, രക്ഷിക്കണം എന്നെ. ഈ ലോകം മുഴുവൻ ഏത് ജഗതീശ്വരനാണോ ക്ഷണനേരം കൊണ്ട് സൃഷ്ടിച്ച് വെറും ഒരു നോട്ടം കൊണ്ട് സംരക്ഷിച്ചു പോരുന്നത്, അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ വിളയാടുന്നവനായ കോലത്തുകര കോവിലിൽ പ്രതിഷ്ഠാമൂർത്തിയായ ഭഗവാനെ, ഈ ഭക്തനെ സംരക്ഷിച്ചരുളണം. സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന കോലത്തുകര ഭഗവാനെ അടിയനെ വേണ്ടോളം കാത്തുകൊള്ളണം. ഇതാണ് രണ്ടാമത്തെ ശ്ലോകം. അടുത്ത മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക്. സർവാശ്രയമെങ്ങും നിറയുന്നോനഭിഭക്തൊരു രൂപം ഭജനത്തിനുദരിപ്പോ ആലസ്യമൊഴിച്ച പരബോധം തരണം കോലത്തുകര കോവിൽ വാഴും പരമേശൻ. സർവാശ്രയം, എല്ലാവിധ സംരക്ഷണവും, സകല ജഗത്തിനും ആശ്രയമായ, എങ്ങും എവിടെയും സർവദിക്കിലും സർവവ്യാപിയായി നിറയുന്നു, എങ്ങും നിറഞ്ഞു നിൽക്കുന്നവൻ. അഭി എന്നാലും ഭക്തർക്ക്, ഭക്തജനങ്ങൾക്ക് ഇவ்வாறு ഇതുപോലുള്ള രൂപ, ആകൃതി, ഭജനത്തിന് ഭജിക്കുവാൻ ധരിപ്പവും അണിഞ്ഞവൻ. ആലസ്യം, അതായത് മടി, ക്ഷീണം, ഈ ആലസ്യം ഒഴിഞ്ഞ് ഈ മടിയൊക്കെ ഒന്ന് മാറ്റിത്തരുക, ആലസ്യമൊക്കെ ഒന്ന് മാറ്റിത്തരുക, ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റിത്തരുക. ആ പരബോധം, ആ പരമമായ ബോധം, ബ്രഹ്മ അനുഭവം തന്ന് അനുഗ്രഹിക്കണം. തരണമേ, എനിക്ക് തരണം. ആ പരമമായ ബോധം എനിക്ക് തരണം. എന്റെ മടിയൊക്കെ മാറ്റി, എന്റെ ഈ ആലസ്യമൊക്കെ മാറ്റി ഭഗവാനെ എനിക്ക് ആ പരമമായ ബോധം എനിക്ക് തരണം. ആലസ്യം തമോ ഗുണത്തിൽ വരുന്നതാണ്. ആലസ്യം ഒഴിച്ച് തമോ ഗുണമാകുന്ന അജ്ഞത മാറ്റി, ആ ഇരുട്ടിനെ മാറ്റി തരുവാൻ ആ പരമഗുരുവിനെ സാധിക്കും. ആ പരമഗുരുവായ കോലത്തുകര കോവിലിൽ വാഴുന്ന പരമേശ്വര, നീ സകല ജഗത്തിനും ആശ്രയമായിരിക്കുന്ന സത്യമാണ്. നീ എങ്ങും നിറഞ്ഞിരിക്കുന്നവനാണ്. ഭക്തന്മാർക്ക് ഭജിക്കുന്നതിന് വേണ്ടി കോലതീരീശൻ എന്ന രൂപം ധരിക്കുക മാത്രമാണ് നീ ചെയ്തത്. എന്റെ എല്ലാ ക്ഷീണവും എന്നിൽ നിന്ന് മാറ്റി എനിക്ക് പരമമായ ജ്ഞാനം തരുമാറാകണം. നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നാല് ഭഗവാന്റെ വിഗ്രഹത്തിൽ നോക്കി നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കുമല്ലേ? പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിഗ്രഹത്തെയാണോ ഭഗവാനെയാണോ പ്രാർത്ഥിക്കുന്നത്? ഭഗവാനെയാണ് നമ്മൾ
പ്രാർത്ഥിക്കുന്നത്. അപ്പോ നമുക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഓരോ രൂപമാണ് അല്ലെ, ആ രൂപമാണ് ഭഗവാൻ മുരുകന്റെയും ദേവിയുടെയും ഗണപതിയുടെയും ഒക്കെ രൂപത്തിൽ പ്രതിഷ്ഠ നടത്തി തന്നത്. ഇതെല്ലാം ഭഗവാൻ ആ പരമാത്മാവാണ് അല്ലെ. അത് നമുക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ഓരോ രൂപത്തിൽ നമുക്ക് തരുന്നു. ആ ഒരു രൂപം നമുക്ക് വേണമല്ലോ അല്ലെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി. ഇപ്പോ മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ മഹാദേവന്റെ രൂപമാണ് നമ്മുടെ കണ്ണിൽ തെളിഞ്ഞു വരുന്നത്. അങ്ങനെ ഒരു രൂപം ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഭഗവാനെ. അടുത്ത 4-ാമത്തെ ശ്ലോകം. ഈ ലോചനമാദീക്രിയമേതെങ്കിലും ആലോചന കൂടാതെ വദത്തിങ്കലണഞ്ഞ ആലാക്കിലുടൻ സന്മതി തോന്നിക്കുവരിക്കൻ കോലത്തുവര കോവിൽ വാഴും പരമേശൻ. ഈ ലോചനമാദീക്രിയം, ഈ കണ്ണ് തുടങ്ങിയ 5 ഇന്ദ്രിയങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആത്മോപദേശിച്ചത്. ഈ കണ്ണ് കേക്കാവോ? ഈ കണ്ണ് മുതലായ 5 ഇന്ദ്രിയങ്ങൾ നമ്മൾ ആത്മോപദേശ ശതകത്തില് ആദ്യമേ കേട്ടതാണല്ലേ. 5 ഇന്ദ്രിയങ്ങൾ: കണ്ണ്, കാത്, മൂക്ക്, ത്വക്ക്, ചെവി. അപ്പോ ആ 5 ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്ന്, അതിലേതെങ്കിലും ഒന്ന് വീണ്ടും വിചാരമില്ലാതെ ഈ കാണുന്ന പ്രപഞ്ചം ഏതാണ് എന്ന് ഒരു വിചാരവുമില്ലാതെ തെറ്റായ വഴിയിൽ, അബദ്ധത്തിങ്കൽ, തെറ്റായ വഴിയിൽ താൻ കാണുന്ന ഈ ജഡദൃശ്യങ്ങളാണ് സത്യമെന്ന് കരുതി അണഞ്ഞാൽ, പ്രാപിച്ചാൽ, എന്റെ ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തെറ്റായ വഴിയിലേക്ക് പോയാൽ ആ ലാക്കിൽ ഉടൻ, ആ തക്കത്തിൽ ഉടൻ തന്നെ സന്മതി, സദ്ബുദ്ധി വരുവാനുള്ള ആ തോന്നൽ നമുക്ക് ഉടനെ ഉണ്ടാവണം. അതുടനെ അത് ഓർമ്മിപ്പിക്കണമെന്നാണ് ഭഗവാനോട് അപേക്ഷിക്കുന്നത്. അതായത് നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുകയാണ് എങ്കിൽ ആ തക്കത്തിൽ, അപ്പോ ആ സെക്കൻഡില് ഭഗവാൻ എന്ത് തരണം? നമുക്ക് സദ്ബുദ്ധി നമുക്ക് തരണമേ ഭഗവാനെ. നമ്മൾ തെറ്റിലോട്ടൊന്നും പോകരുതേ. പ്രപഞ്ചത്തിന്റെ പരമമായ കാരണം ബോധമാണ്. ആ ബോധത്തിൽ ഉണ്ടാകുന്ന ഒരു ശക്തി സ്പന്ദനത്തിൽ നിന്നും ഉണ്ടാക്കി കാണിക്കുന്നതാണ് ഈ കാഴ്ചകൾ, ജഡരൂപങ്ങൾ. ഇന്ദ്രിയങ്ങൾ വഴി കാണുന്ന ഈ ജഡരൂപമാണ്. സത്യം തിരിച്ചറിയാതെ ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അതിലേക്ക് തിരിഞ്ഞാൽ ആ നിമിഷം തന്നെ നല്ല ബുദ്ധി നൽകി സത്യം തിരിച്ചറിയുവാൻ സാധിക്കണമേ എന്റെ കോലത്തുകര കോവിലിൽ വാഴും ഭഗവാനെ. അപ്പൊ നമ്മുടെ ഉള്ളിൽ സ്പന്ദിക്കുന്നത് ഈശ്വരന്റെ സ്പന്ദനമാണ്. അത് നമ്മൾ തിരിച്ചറിയണം അല്ലെ. നമ്മുടെ ഉള്ളിൽ സ്പന്ദിക്കുന്നത് ഭഗവാന്റെ ആ സ്പന്ദനമാണ്. നമ്മുടെ ഹൃദയമിടിപ്പ് ആർക്കെങ്കിലും നിർത്താൻ പറ്റും?
ആർക്കും ഒരു മിനിറ്റ് പോലും നിർത്തി വെക്കാൻ പറ്റില്ലല്ലേ? അപ്പൊ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഉള്ളിൽ സ്പന്ദിക്കുന്ന ശക്തിയാണ്, അല്ലാതെ ഇതൊന്നും എന്റേതെന്ന് പറഞ്ഞ് നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. ഇതൊന്നും എന്റേതാണ്. നാളെ ഇത് നമ്മൾ എന്ത് ചെയ്യാനുള്ളതാണ്? ഈ ശരീരവും ഭഗവാനിൽ തന്നെ അഭയം പ്രാപിക്കില്ല. എങ്ങനെയാണ്? ആ അഗ്നിയിൽ നമ്മൾ ഇരിക്കേണ്ടതാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഉള്ളിൽ ഈ സ്പന്ദനമാണ്, ഇതാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് തെറ്റായ മാർഗത്തിൽ പോവുകയാണെങ്കിൽ ഭഗവാനെ സദ്ബുദ്ധി തന്ന് ഞങ്ങളെ രക്ഷിക്കണം. അടുത്ത ശ്ലോകം 5-ാമത്തെ. കൈകാൽ മുതലാമെന്നുടെ അംഗങ്ങളിലൊന്നും ചെയ്യാതൊരു സത്കർമ്മമൊഴിഞ്ഞെന്ന വിവേക വയ്യാത്തതു ചെയ്യാൻ തുനിയാതാക്കുക വേണം. കോലത്തുകരത്തോവിൽ വാഴും പരമേശൻ. അപ്പൊ 5 ഇന്ദ്രിയങ്ങളെ പറഞ്ഞു. അടുത്ത ആരെയാണ് പറഞ്ഞിരിക്കുന്നത്? കർമ്മേന്ദ്രിയങ്ങൾ. നമ്മുടെ കർമ്മം ചെയ്യുന്ന കയ്യ്, കാല്, പിന്നെ നമ്മൾ സംസാരിക്കുന്നത് കർമ്മമാണല്ലേ, നമ്മുടെ നാക്ക്, പിന്നെ നമ്മുടെ ഉപസ്ഥം സന്തോഷം നൽകുക, ഗുധ അതായത് വിസർജ്യത്തെ പുറന്തള്ളുന്നു. അങ്ങനെ 5 കർമ്മ ഇന്ദ്രിയങ്ങളുണ്ട്. ആ കർമ്മ ഇന്ദ്രിയങ്ങളെ കുറിച്ചാണ് 5-ാമത്തെ ശ്ലോകത്തില് ഗുരു പറഞ്ഞിരിക്കുന്നത്. കൈകാൽ മുതലായ എന്നുടെ അടിയന്റെ അംഗങ്ങളിൽ, അവയവങ്ങളിൽ ഒന്നും ചെയ്യാതെ, യാതൊന്നും പ്രവർത്തിക്കാതെ, നമ്മുടെ ഈ അവയവങ്ങളൊന്നും ഒരു സത്കർമ്മവും ചെയ്യണില്ല. ശരി, നമ്മൾ സത്കർമ്മം ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അവിടെ അവിവേക, തിരിച്ചറിവല്ലാത്തതിനാൽ, വയ്യാത്തത്, പാടില്ലാത്തത് ഞാൻ പ്രവർത്തിക്കാൻ തുനിയാതാക്കണം, മുതിരാതാക്കണം. ഞാൻ സത്കർമ്മമൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ വയ്യാത്തതൊന്നും ചെയ്യുവാൻ എന്നെ മുതിരാതാക്കണം ഭഗവാനെ. അതാണ് ഭഗവാനോട് അപേക്ഷിക്കുകയാണ്. ഞാൻ എന്തായാലും സത്കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും എനിക്ക് വയ്യാത്തതൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് മുതിരാതാക്കണേ ഭഗവാനെ. അപ്പൊ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ കുറിച്ച് ഭഗവാനോട് പറഞ്ഞു. അടുത്ത് നമ്മുടെ കർമ്മ ഇന്ദ്രിയങ്ങളെ കുറിച്ച് ഭഗവാനോട് പറഞ്ഞു. അടുത്ത ശ്ലോകത്തിലേക്ക്. മായയാൽ മൂടപ്പെട്ട നമ്മുടെ ബുദ്ധി ഇല്ലാത്തതിനെ ഉണ്ടാക്കി തരുന്നത്, ഉള്ളതിന് എന്താണോ അത് ബോധമാണ്, അറിവ് മാത്രമാണ്. സത്കർമ്മങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞല്ലേ, സത്കർമ്മങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ എൻ്റെ അവയവങ്ങളിൽ ഒരെണ്ണം പോലും വേണ്ടാത്ത പ്രവൃത്തി ചെയ്യുവാൻ മുതിരാതാക്കുക. മനസ്സും ശരീരവും ദുർബലമാക്കുന്ന രോഗം ബാധിച്ച. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങളെ പറഞ്ഞു, കർമ്മേന്ദ്രിയങ്ങളെ പറഞ്ഞു. ഇനി നമ്മുടെ മനസ്സിനും ശരീരം അല്ലെ, നമ്മുടെ മനസ്സിനും ശരീരത്തിനും രോഗം ബാധിച്ചാൽ നമ്മുടെ ഈ ആത്മാന്വേഷണത്തിന് തടസ്സമുണ്ടാകും. അത് ഒഴിവാക്കി തരാനാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. രോഗാദികളെല്ലാം ഒഴിവാക്കിയിടുക വേണം. ഹേ കാമദ കാമാന്തക കാരുണ്യവയോദേ, ഏകീടണമേ സൗഖ്യമെനിക്കൻപൊടു ശംഭോ. കോലത്തുകര കോവിലിൽ വാഴും ഭഗവാനേ. അപ്പൊ രോഗാദികളെല്ലാം, രോഗം മുതലായിട്ടുള്ളതെല്ലാം
ശരീരത്തിനെയും മനസ്സിനെയും ദുർബലമാക്കുന്ന ആ രോഗപീഠകളെല്ലാം, ആ അസുഖമെല്ലാം എനിക്ക് വരാൻ കാരണമായി എന്തിനേയും ഒഴിവാക്കി തരണം. ഈ അസുഖം വരാൻ കാരണമായി എന്തിനേയും ഒഴിവാക്കി തരണം, ഇല്ലാതാക്കി തരണം. ഹേ കാമത, ഭക്തന്മാരുടെ എല്ലാ ആഗ്രഹവും സാധിച്ചു തരുന്നവനെ, കാമാന്തക, കാമദേവനെ ചുട്ടരിച്ച അല്ലയോ ഭഗവാനെ. കാമം എന്ന് പറയുന്നത് നേടിയെടുക്കുവാനുള്ള നമ്മുടെ ആഗ്രഹം. ഇതാണ് കാമദേവൻ നമ്മളിലേക്ക് തരുന്നത്, എന്തിനേയും നേടിയെടുക്കുവാനുള്ള ആഗ്രഹം. കാരുണ്യപയോദേ, കാരുണ്യ സമുദ്രമേ, കാരുണ്യവാനായ ഭഗവാനെ, ഏകീടണമേ, നൽകിയിടണമേ, നൽകണമേ. സൗഖ്യമെനിക്ക്, സുഖം അടിയന്, അൻപോട്, ദയയോട്, കാരുണ്യത്തോട് ആഗ്രഹം സാധിച്ചു തരുന്ന ആ ആഗ്രഹം ചുട്ടുകളയുന്നത് അല്ലെ, എല്ലാം ആ ഭഗവാനാണ്. അങ്ങനെയുള്ള ഭഗവാൻ ആ കാമനെ ചുട്ടരിച്ചു കളഞ്ഞു. ശിവഭഗവാൻ തപസ് ചെയ്തിരുന്നപ്പോ ശിവന് പാർവതിയോട് ഇഷ്ടം തോന്നുവാൻ പൂക്കൾ കൊണ്ടുണ്ടാക്കിയ ഒരു അൻപ് ഭഗവാന്റെ നേർക്ക് വിട്ടു. ശിവഭഗവാൻ ആ തപസ്സിൽ നിന്ന് ഉണർന്നിട്ട് പാർവതിയെ കാമത്തോടുകൂടി നോക്കി. ശിവനാണ് ആ നിമിഷം തന്നെ മനസ്സിലായി, ആ വികാരത്തിൽ നിന്നും ആ നിമിഷ നേരം കൊണ്ടത് വിട്ടു. തപസ്സില് ഭംഗം വരുത്തിയ കാമനെ എന്ത് ചെയ്ത് ചുട്ടെത്തിച്ചു. നമ്മുടെ ഇപ്പോഴുള്ള തലമുറയില് കുട്ടികൾക്ക് ശരീരത്തിനും മനസ്സിനും അവർ ദുർബലമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവര് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ. അതിനൊരു കാരണവും നമ്മൾ തന്നെയാണല്ലേ. അവർക്ക് അവരുടെ ശരീരത്തിനെയും മനസ്സിനെയും ഗുരുവിലേക്ക് എത്തിച്ച് ഗുരുദേവൻ പറഞ്ഞു തന്ന ഈ ധ്യാനത്തിൽ അവരെ ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ഇരുത്തി നമുക്ക് കൊണ്ടുവന്നാൽ പതിയെ പതിയെ മാറ്റിയെടുക്കുവാൻ പറ്റും. ഇപ്പോഴുള്ള കുഞ്ഞുങ്ങളുടെ അവസ്ഥയിലും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ശ്ലോകം 7ലേക്ക്. ദാരിദ്ര്യ മഹാദുഃഖമണഞ്ഞിടരുതെന്നിൽ ദൂരത്തകലേണം മതമെന്നും സുജനാനാം ചാരത്തു വസിപ്പാനൊരു ഭാഗ്യം വരണം ശ്രീ കോലത്തുവര കോവിലിൽ വാഴും ഭഗവാനേ. ദാരിദ്ര്യ മഹാദുഃഖം അല്ലെ, ജീവിതത്തില് ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റാത്ത വലിയ കഷ്ടപ്പാടാണ്. ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് ദാരിദ്ര്യ ദുഃഖമാണ്. അണഞ്ഞിടരുത്, വന്നു ചേരരുത് എന്നിൽ, അടിയനിൽ ദാരിദ്ര്യം ബാധിച്ച് ദുഃഖിക്കാൻ ഇടവരരുത്. ദൂരത്തകലേണം, അകലെ മാറണം. മതമെന്നും, ഇവിടെ മതം എന്ന് പറഞ്ഞിരിക്കുന്നത് അഹങ്കാരത്തെയാണ്. അഹങ്കാരമെന്നും സുജനാന, സജ്ജനങ്ങളുടെ, പുണ്യവാന്മാർ, ചാരത്ത്, സമീപത്ത്, വസിപ്പാൻ, താമസിക്കാൻ, അതായത് സജ്ജനങ്ങളുടെ ചാരത്ത് വസിക്കുവാൻ അനുഗ്രഹം തരണമെന്ന്. ഇപ്പൊ നമ്മളെല്ലാവരും ഒരു സത്സംഗത്തില് കൂടിയിരിക്കുന്ന ഈ ഒരു കൂട്ടത്തിൽ വന്നിരിക്കാനുള്ള അനുഗ്രഹവും ഭഗവാനാണ് തന്നിരിക്കുന്നത്. ഈ സജ്ജനങ്ങളുടെ ചാരത്ത് വസിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കണം. അതിനുള്ള ഭാഗ്യം ഭഗവാൻ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദുഃഖങ്ങളിലും വെച്ച് ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് ദാരിദ്ര്യ ദുഃഖമാണ്. എല്ലാ കഴിവുകളെയും അത് നശിപ്പിക്കുന്നു അല്ലെ. നമുക്ക് ദാരിദ്ര്യം വന്നാല് നമ്മുടെ കഴിവുകളെല്ലാം നശിക്കുമല്ലേ. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയില് നിന്ന് പോകും. നമ്മുടെ മനസ്സ് പിന്നെ ഒന്നിനും തയ്യാറാവില്ല. നമ്മൾ ദാരിദ്ര്യം പിടിച്ച് നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ മനസ്സ്, ശരീരവും എല്ലാം തളരുകയാണ് ചെയ്യുന്നത്.
അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിന്റെ താളം നമുക്ക് തെറ്റിപ്പോകും. ദാരിദ്ര്യം വന്നു പോയാൽ മനസ്സിന്റെ നിയന്ത്രണം തെറ്റും, ജീവിതത്തിന്റെ താളം തെറ്റും. എന്നിലുള്ള ഈ അഹന്തയൊക്കെ മാറ്റി, അല്ല മതത്തെ മാറ്റി തരണം. എല്ലാം ഞാനാണ് ചെയ്യുന്നതെന്നും ഇത് എന്റേതാണെന്നുമുള്ള ആ മതത്തെ മാറ്റി സത്യാനുഭവത്തെ നേടുവാനുള്ള മാർഗം അത് സുജനാനാം ചാരത്ത് വസിക്കുക എന്നതാണ്. ഇതുപോലെ സത്സംഗത്തില് നമുക്ക് ഇരിക്കുവാനുള്ള ഭാഗ്യവും അതോടൊപ്പം സുജനാനാം ചാരത്തിന് നമ്മുടെ അയൽവാസികളൊക്കെ നല്ല അയൽവാസി ഇല്ലെങ്കിൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവുമോ? ഇല്ല. അപ്പോ ആ സുജനാനാം ചാരത്ത് വസിക്കുവാനുള്ള ഭാഗ്യം ഭഗവാൻ തരണേ എന്ന പ്രാർത്ഥനയാണ്. ചാബല്യവശാൽ അടുത്തെട്ടാമത്തെ ശ്ലോകം. ചാബല്യവശാൽ ചെയ്തൊരു പാപങ്ങൾ പൊറുത്തൻ താപങ്ങളൊഴിച്ചാളണമെന്നിത്യം പാപാപഹമാം നിൻ പദം ഓർക്കായി വരണമേ കോലത്തുവരെ കോവിൽ വാഴും ഭഗവാനേ. ചാബല്യവശാൽ അവിവേകം കൊണ്ട് ആ മായാഭ്രമത്തിൽപ്പെട്ട് ചെയ്തൊരു പ്രവർത്തിച്ച പാപങ്ങൾ, ധർമ്മ നിയമങ്ങൾക്ക് ചേരാത്ത പ്രവൃത്തികള് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞു. അതൊന്ന് പുറത്ത് ക്ഷമിച്ച് എന്റെ ശാപങ്ങൾ, എന്റെ ദുഃഖങ്ങൾ ഒഴിച്ച് അകറ്റി എന്നല്ല മാത്രമല്ല ഇനി നിത്യം, ഇനി എന്നും പാപാപഹം, പാപം ഹനിക്കുന്നത് നിൻ പദം, നിന്റെ നാമം, ഭഗവത് രൂപം ഓർക്കായി വരണം, ഓർമ്മിക്കാൻ കഴിയുമാറാകണം. അമ്മേ, എനിക്ക് കോലത്തുകര കോവിലിൽ വാഴും ഭഗവാനെ അവിവേകം കൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ പുറത്ത്, മായാഭ്രമത്തിൽപ്പെട്ട് ചെയ്തു പോയ പ്രവർത്തികൾ പുറത്ത് എന്റെ ദുഃഖങ്ങൾ അകറ്റി അടിയനെ എന്നും രക്ഷിക്കണം. പാപം ഹനിക്കുന്നതിന് നിന്റെ നാമം ഓർമ്മിക്കുവാൻ കഴിയുമാറാകണം. അതാണ് അവിവേകം. പാപവും ഇല്ലാതാക്കാൻ എന്നെ രക്ഷിച്ച് പാപമില്ലാതാക്കുന്ന ആ പ്രവൃത്തി നമ്മൾ ചെയ്തു പോയാൽ അതെല്ലാം പുറത്ത് ഭഗവാനെ എന്നെ രക്ഷിക്കണേ, ഭഗവാനോട് അപേക്ഷിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് ഭഗവാനെ എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ നാമം എന്നും നമ്മുടെ ഉള്ളില് ഉരുവിടുവാൻ വേണ്ടി നമുക്ക് ഭാഗ്യം തരണേ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണല്ലേ. 9ാമത്തെ ശ്ലോകം. ദാതാവിനും മാധവനും കൂടിയമേയും വീതാവതിനിൻ വൈഭവമാരാണുര ജീവാൻ ഏതാനും ഇവനുള്ള വിലാസങ്ങൾ പറഞ്ഞേ കോലത്തുവരെ കോവിലിൽ വാഴും ഭഗവാനേ. ദാതാവ് ബ്രഹ്മാവ്, മാധവൻ വിഷ്ണു കൂടി ഒന്നിച്ച് അമേയം, അളവില്ലാത്ത, അളക്കാൻ കഴിയാത്ത, വീതാവതി കാണാനുള്ള കൽപ്പന, നിൻ വൈഭവം, നിന്റെ
മഹത്വം. ആരാണ് ഉര ചെയ്യുവാൻ? ആർക്കാണ് അത് പറയുവാനാവുന്നത്? ഏതാനും ഇവനുള്ള ഈ ഉള്ളവന് അഭിലാഷങ്ങൾ ആഗ്രഹങ്ങൾ പറയുവാൻ. ദാതാവിനും ആ മാധവനും, ബ്രഹ്മാവിനും വിഷ്ണുവിനും, ആ ബ്രഹ്മാവിനും വിഷ്ണുവിനും പോലും മഹത്വം എന്തെന്ന് തിരിച്ചറിയുവാൻ പറ്റുന്നില്ല, അല്ലെ? അതായത് പരമാത്മാവിൽ നിന്നാണ് ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ. ഗുരുവാണ് പരമാത്മ ഗുരു, അല്ലെ? ആ ഗുരുവിൽ നിന്നാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ. നമ്മൾ പ്രാർത്ഥിച്ചപ്പോ ആദ്യം പറഞ്ഞില്ലേ, ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരു ബ്രഹ്മാവാണ്, ഗുരു വിഷ്ണുവാണ്, ഗുരു ശിവനാണ്, ഗുരു സാക്ഷാത് പരബ്രഹ്മമാണ്. അപ്പോ സാക്ഷാത് പരബ്രഹ്മത്തിൽ നിന്നാണ് ഈ ബ്രഹ്മാവും വിഷ്ണു മഹേശ്വരനും ഒക്കെ. ആ സാക്ഷാത് പരബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് നമ്മുടെ കോളത്തിലെ ഗുരുദേവൻ നമുക്ക് നൽകിയത്. അത് തെളിയിച്ചുകൊണ്ട് ഭഗവാൻ അവിടെ 3 ആൽമരങ്ങൾ നട്ടിട്ടുണ്ട്. ബ്രഹ്മ വിഷ്ണു മഹേശ്വര സങ്കല്പത്തിലാണ് ആ ആൽമരങ്ങൾ നട്ടിരിക്കുന്നത്. അപ്പോ ആ ബ്രഹ്മാവിനും വിഷ്ണുവിനും, എന്തുകൊണ്ട് മഹാദേവനെ പറഞ്ഞില്ല? മഹാദേവനെയാണ് നമുക്ക്, അല്ലെ, ഒരു രൂപം വേണമല്ലോ, അല്ലെ? നമുക്ക് ആ മഹാദേവനെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പൊ ആ ബ്രഹ്മാവിനും വിഷ്ണുവിനും പോലും തിരിച്ചറിയുവാൻ പറ്റുന്നില്ല എന്ത്? ഭഗവാനെ, ആ പരമാത്മാവിനെ, ആ പരമാത്മാവിന്റെ മഹത്വം തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. ഭഗവാന്റെ മഹത്വം പറഞ്ഞറിയിക്കുവാൻ പറ്റാത്തത് ഏതൊക്കെയോ ഞാൻ പറയുന്നു. അങ്ങയെ കണ്ടാൽ, അങ്ങ് കൽപ്പിച്ചാൽ ധന്യമായി കോലത്തുകര കോവിലിൽ വാഴും ഭഗവാനെ. ബ്രഹ്മാവിനും വിഷ്ണുവിനും പോലും അനന്തമായ സത്യത്തിന്റെ പൂർണ്ണ മഹിമ അറിയുവാൻ കഴിയുകയില്ലെന്ന ഭാവം ഈ സ്തോത്രത്തില് ശിവനെ ബ്രഹ്മപ്രതീകമായി അംഗീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ് ശിവഭഗവാനെ ഒഴിവാക്കിയത്. ഏത് ഇഷ്ടദേവനെ സ്തുതിക്കുന്നുവോ ആ ദേവൻ പരമാത്മ പ്രതീകമായി അംഗീകരിച്ച് പരമസത്യമായി വാഴ്ത്തുക എന്നതാണ് സമ്പ്രദായം. അതുകൊണ്ട് അനന്ത മഹിമാവായ ഭഗവാൻ ഭക്തന്റെ ആവശ്യം എന്തെന്ന് സ്വയം അറിഞ്ഞ് കൂടായികയില്ല. ഭഗവാൻ അറിയാല്ലേ നമ്മുടെ ആവശ്യം എന്താണെന്ന് ഭഗവാന് അറിയാം. എങ്കിലും ഈ മന്ദബുദ്ധിയായ ഭക്തൻ ചില അഭിലാഷങ്ങൾ അർപ്പിച്ചു, അല്ലെ, ഭഗവാന്റെ മുമ്പിൽ. ഭഗവാന് എല്ലാം അറിയാം, എന്നാലും ഈ മന്ദബുദ്ധിയായ ഞാൻ എന്ത് ചെയ്തു? ഈ അഭിലാഷങ്ങൾ ഭഗവാന്റെ മുമ്പില് അർപ്പിച്ചു. കരുണാപൂർവം അംഗീകരിച്ച് നല്ലത് വരുത്തി തരണേ, ഇതാണ് അപേക്ഷ. അമ്മ കുഞ്ഞിന്റെ നന്മ അറിയുന്നത് പോലെ ഭഗവാൻ ഭക്തന്റെ നന്മ വ്യക്തമാക്കി അറിയുന്നു. ദുഃഖമുണ്ട്, അത് പറയുവാൻ കഴിവില്ല. അത്തരത്തിലുള്ള ഒരു കുട്ടിയുടെ അർത്ഥമില്ലാത്ത വാക്കുകളായിട്ടാണ് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞത്. മാലുണ്ടതുരപ്പാൻ കഴിവില്ല ശിശുവിന്റെ പോലിങ്ങോ നിരധ്വനിയാണെന്റെ പുലമ്പൽ. ആലംബനമാമെങ്കിലും അംബാസമമിന്ന് കോലത്തുകര കോവിൽ വാഴും പരമേശൻ. മാലുണ്ട്, ദുഃഖമുണ്ട്, അതുരപ്പാൻ, അത് പറയാൻ കഴിവില്ല ശിശുവിന്റെ. ഈ കുട്ടിക്ക് കഴിവില്ല, കഴിയാത്ത കുട്ടി. പോലിന്ന് അത്തരത്തിലുള്ള നിരർത്ഥധ്വനി,
ആത്മാവ് ഇല്ലാത്ത ആ സ്വരം, നിരർത്ഥധ്വനി ആണ് എന്റെ പുലമ്പൽ. അത് മാത്രമാണ് എന്റെ വാക്കുകൾ. ആലംബനം, ആശ്രയിക്കാൻ, എങ്കിലും ആണെങ്കിലും, അംബാസമം, അമ്പയെ പോലെ. അവസാനം ആ ഭഗവാന്റെ കൃതി കൊണ്ട് നിർത്തുന്നത് അമ്മയുടെ അടുത്ത് നമുക്ക് ഒന്നും അറിയാത്ത ഒരു കുഞ്ഞ് കരഞ്ഞ് അമ്മയുടെ ആഗ്രഹത്തിനല്ലേ, എന്തെങ്കിലും ആഗ്രഹത്തിനുവേണ്ടി ഒരു അമ്മയോട് കരയുന്ന ആ ഒരു സന്ദർഭത്തിലേക്ക് ഒരു കൊണ്ടുവരികയാണ്. അമ്മയെ പോലെ അവിടെ ആ അമ്മയെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണല്ലേ. ഭഗവാന്റെ അടുത്ത് പറയുകയാണ്, അമ്മയെ പോലെ എന്റെ ഈ കരച്ചിലല്ലേ, അർത്ഥമില്ലാത്ത കരച്ചിൽ, ഇതെല്ലാം അമ്മയെ പോലെ ഭഗവാൻ അങ്ങ് സ്വീകരിക്കണം. അതിനുള്ള മാർഗം തരണം, അതിനുള്ള വഴി ഭഗവാൻ കാട്ടിത്തരണം. എന്റെ അഭിലാഷങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഈ ലോകത്ത് ഒരു അറിവും കഴിവുമില്ലാത്ത കുട്ടി അമ്മയുടെ മുമ്പിലുള്ള കരച്ചിൽ, അമ്മയായ പാർവതി ദേവിയുടെ മുമ്പിൽ കൊച്ചുകുട്ടിയുടെ അർത്ഥമില്ലാത്ത കരച്ചിൽ, കുട്ടിയുടെ കരച്ചിൽ മാറ്റാൻ അമ്മ എല്ലാം നൽകി മാറോട് ചേർന്നു ആശ്വസിപ്പിക്കാറുണ്ട്. അതുപോലെ എന്നെയും ആശ്വസിപ്പിക്കണേ ഭഗവാനെ. ദുഃഖമുണ്ട്, പക്ഷേ പറയുവാനുള്ള കഴിവില്ല. ഭഗവാനെ, കോലത്തുകര കോവിലിൽ വാഴും പരമേശ്വര, എന്നെ കാത്തുകൊള്ളണം. അപ്പൊ ഒന്നാമത്തെ ശ്ലോകത്തില് എല്ലാത്തിനും ആശ്രയം ഭഗവാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ആത്മാവിനായിരുന്നാലും ശരീരത്തിനായിരുന്നാലും അല്ലെ, ശരീരവും ഭഗവാന്റെ തന്നെയാണ്. അവസാനം നമ്മൾ ആ അഗ്നിയിൽ തന്നെയാണ് നമ്മൾ ലയിപ്പിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ശ്ലോകത്തില് ഭഗവാനോട് പറയുകയാണ്, എല്ലാത്തിനും ആശ്രയം ഭഗവാൻ മാത്രമാണ് എന്ന് നനച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് ആശ്രയത്തിന് നമ്മൾ ചെല്ലുക, അധർമ്മമായിട്ട് ചെല്ലാതിരിക്കുക. രണ്ടാമത്തെ പദ്യത്തില്, ഈ ലോകം മുഴുവൻ ക്ഷണം നേരം കൊണ്ട് സൃഷ്ടിച്ച് ഒരൊറ്റ കടക്കൻ നോട്ടം കൊണ്ട് ഭരിക്കുന്ന ഭഗവാനെ. അപ്പോ ക്ഷണം നേരം കൊണ്ട് സൃഷ്ടിച്ചിട്ട് ആ ഒരൊറ്റ നോട്ടം കൊണ്ട് ഭരിക്കുകയാണ് ചെയ്യുന്നത് ഭഗവാൻ അല്ലെ. ആ ഭഗവാനെയാണ് രണ്ടാമത്തെ ശ്ലോകത്തില്. മൂന്നാമത്തെ ശ്ലോകത്തില്, സർവ്വത്തിലും നിറഞ്ഞു നിൽക്കുന്ന അങ്ങ് ഭക്തജനങ്ങൾക്ക് ഭജിക്കുവാൻ വേണ്ടി കോലഗിരീശൻ എന്ന രൂപം ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഭഗവാനെ എന്റെ ക്ഷീണം മാറ്റിത്തരണം, ഈ മടിയൊക്കെ മാറ്റിത്തരണം, ഈ ആലസ്യമൊക്കെ മാറ്റിത്തരണം ഭഗവാനെ. നാലാമത്തെ ശ്ലോകത്തില് 5 ഇന്ദ്രിയങ്ങള്, കണ്ണ് മുതലായ 5 ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തെറ്റായ വഴിയിലേക്ക് പോവുകയാണെങ്കിൽ ആ നിമിഷം തന്നെ സദ്ബുദ്ധി തന്ന് നമ്മെ നേരായ വഴിക്ക് എത്തിക്കണം. അടുത്തത് കർമ്മ ഇന്ദ്രിയങ്ങളാണ്. കയ്യ്, കാല് മുതലായ അവയവങ്ങളില് ഏതെങ്കിലും ഒന്ന് നമ്മൾ സത്പ്രവൃത്തി ചെയ്യുന്നില്ല, പക്ഷേ നമ്മുടെ ഈ അവയവങ്ങള് തെറ്റായ രീതിയിലൊന്നും സഞ്ചരിക്കല്ലേ. അങ്ങനെ പോവുകയാണെങ്കിൽ അവിടെയും ഭഗവാൻ കാത്തു രക്ഷിക്കണം. അടുത്തത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും രോഗം വന്നാല് നമ്മൾ തളർന്നു പോകല്ലേ. അപ്പോ ആ രോഗാദികളെല്ലാം ഏത് തരത്തിലാണ് നമ്മളെ ബാധിക്കുന്ന ആ രോഗങ്ങളെല്ലാം ഭഗവാൻ മാറ്റിത്തരണം. കാരുണ്യത്തോടെ അടിയന് സുഖം നൽകിയിടണേ ഭഗവാനെ എന്നാണ്. അടുത്തത് മഹാദുഃഖമാകുന്ന ദാരിദ്ര്യ ദുഃഖം. ആ ദാരിദ്ര്യ ദുഃഖത്തെ ഭഗവാൻ മാറ്റിത്തരണം. അതോടൊപ്പം അഹങ്കാരത്തെയും മാറ്റിത്തരണം. അറിവില്ലാതെ ചെയ്തു പോയ ഈ പാപങ്ങൾ പുറത്ത് അങ്ങയുടെ നാമം എപ്പോഴും ഓർക്കുവാനുള്ള ഇട വരണം ഭഗവാനെ എന്ന് 8ാമത്തെ ശ്ലോകത്തില്. 9ാമത്തേല്
നിന്റെ മഹത്വം അറിയുവാൻ ബ്രഹ്മാവിനും വിഷ്ണുവിനും സാധിക്കുന്നില്ല. ഈ ഉള്ളവൻ ഏതാനും ആഗ്രഹങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഭഗവാനെ എന്നെ കാത്തു രക്ഷിക്കണം. പത്താമത്തത്, ദുഃഖമുണ്ട് ഭഗവാനെ, അത് പറയുവാൻ കഴിവില്ലാത്ത അത്തരത്തിലുള്ള ഒരു കുട്ടിയുടെ പുലമ്പൽ പോലെ, അല്ലെ, പുലമ്പൽ പോലെ കണ്ടുകൊണ്ട് ഒരു അമ്മയെ പോലെ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ ഭഗവാനെ എന്ന് പറയുന്നു. ഭഗവാൻ നമുക്ക് കോലദിവ്യശുസ്തവം നൽകിയിട്ട് ഇവിടെ ഭഗവാൻ പറഞ്ഞ വാക്കുകൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഭഗവാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് നാമുണ്ട്. ഭഗവാന്റെ ചിത്രം നോക്കിയിട്ട് ഭഗവാൻ പറഞ്ഞതാണ്, ഇത് നാം തന്നെയാണല്ലോ. ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്ന ഈ പുണ്യപ്രദേശം, അതോടൊപ്പം ഭഗവാന്റെ പാദപൂജ നടത്തിയ ഈ പുണ്യഭൂമി, അതുപോലെ അനേകം വാക്കുകളാണ് ഗുരു ഈ കുളത്തൂർ പ്രദേശത്തെ പല സ്ഥലങ്ങളിലുമായിട്ട് നമുക്ക് നൽകിയത്. അതെല്ലാം നമ്മള് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് കൊലത്തുകര മഹാദേവന്റെ പാതാരബിന്ദങ്ങളിൽ ധർമ്മം ചെയ്തുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ നമ്മൾ അഭയം പ്രാപിച്ച ഭഗവാൻ ആ തൃക്കണ്ണ് തുറന്ന് നമ്മെ അണയ്ക്കും. ഭഗവാൻ നമ്മെ അണച്ചു പിടിക്കും. നമുക്ക് ആ ഹോമമന്ത്രത്തിൽ പറഞ്ഞ പോലെ നമ്മൾ അഗ്നിയായി മാറും. അധർമ്മമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മെ ഭസ്മമാക്കും. നമ്മൾ ഇതിനകത്ത് ഭഗവാന്റെ ആ ബ്രഹ്മ വിഷ്ണു മഹേശ്വര സങ്കല്പത്തെ കുറിച്ച് പറഞ്ഞു. ഇതൊന്ന് നോക്കിയാൽ മതി. ഈ പരബ്രഹ്മമാണ് നമുക്ക് തന്നിരിക്കുന്ന കോലത്തുകര മഹാദേവൻ. തൃക്കണ്ണ് തുറന്നിരിക്കുന്ന ആ മഹാദേവൻ ഈ പരബ്രഹ്മമാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വര സങ്കല്പത്തിലാണ് ഭഗവാനെ നമുക്ക് നൽകിയിരിക്കുന്നത്. ആ ഭഗവാന്റെ പാതാരബിന്ദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് ഇത്രയും സമയം ഇത് ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ഗുരുസ്ഥാനികർക്കും ഗുരുഭക്തർക്കും എല്ലാവർക്കും നമസ്തേ. അതോടൊപ്പം ഒരപേക്ഷയുണ്ട്. അരവാണീശ്വരൻ പഠന ഗ്രൂപ്പിലെ പഠിതാക്കൾ ഇവിടെ ഉണ്ട്. അവര് എല്ലാവരും കൂടി ചേർന്നിട്ട് കോലദിവ്യശുസ്തവം ഒന്ന് ചൊല്ലണം.
വാഴും ഭഗവാനേ രോഗാദികളെല്ലാം ഒഴിവാക്കിയിടുക വേണം ഹേ കാമദ കാമാന്തക കാരുണ്യപയോനേ ഹേ കീടണമേ സൗഖ്യമെനിക്കെൻപൊടു ശംഭോ കോലത്തുകര കോവിലിൽ വാഴും ഭഗവാനേ ദാരിദ്ര്യമകാദുഃഖമണഞ്ഞേടരുതെങ്കിൽ ദൂരത്തകലേണം മതമെന്നും സുജനാനാം ചാരത്തു വസിപ്പാനൊരു ഭാഗ്യം വരണം ശ്രീ കോലത്തുകര കോവിലിൽ വാഴും ഭഗവാനേ ചാവല്യവശാൽ ചെയ്തൊരു പാപങ്ങൾ പൊറുത്തൻ താപങ്ങളൊഴിച്ചാടണമെന്നല്ലിരിക്കും പാപാപഹമാം നിൻ പദമോർക്കായി വരണം മേ കോലത്തുകര കോവിലിൽ വാഴും ഭഗവാനേ ദാതാവിനു മാധവനും കൂടിയമേയം ലീലാവതി നിൻ വൈഭവമാരാടുക ചെയ്യുവാൻ ഏതാനും ഇവനുള്ള വിനാശങ്ങൾ പറഞ്ഞേ കോലത്തുകര കോവിലിൽ വാഴും ഭഗവാനേ മാരുണ്ടതുരപ്പാൻകളിലില്ല ശിശുവിൻ്റെ കോലിങ്ങുതിരധ്വനിയാണെൻ്റെ പുലമ്പൽ ആലംബനമാണെങ്കിലും അമ്പാ